പ്രണയവർണ്ണങ്ങൾ. കുളി കഴിഞ്ഞു വന്നപ്പോൾ ഹരിയുടെ ഫോണ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഗൗരി കണ്ടു. അവൻ അപ്പോഴും ഉറക്കത്തിലാണ്. അവൾ ഫോൺ എടുത്തുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് വന്നു. അവനെ തോളിത്തട്ടി വിളിച്ചു. അവൻ കണ്ണു തുറന്നു. നോക്കിയപ്പോൾ ഗൗരി അവൻ്റെ തൊട്ടരികിൽ. എന്തു വേണം? അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. അത് ഹരിയുടെ ഫോൺ റിങ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ. അവൾ ഫോൺ കൊടുത്തിട്ട് റൂമിൽ നിന്നും ഇറങ്ങി. പെട്ടെന്ന് തിരികെ കയറി വന്നു. അല്പം സിന്ദൂരമെടുത്ത് നെറുകെ ചാർത്തി. എന്നിട്ട് വീണ്ടും റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. താഴെ ചെന്നപ്പോൾ കണ്ടു നച്ചുവാവെ എടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛനെ. അച്ഛൻ എപ്പോൾ എത്തി? ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു മോളെ. ഹരി ഉണർന്നില്ലേ? ഉണർന്നോ? ആരെയോ ഫോൺ വിളിക്കുക. അവൾ കുഞ്ഞിന് നേരെ കൈനീട്ടി. കുഞ്ഞ് കൈകാലിട്ട് ഇളക്കി ചിരിച്ചു. ഗൗരി കുഞ്ഞിനെ മേടിച്ച് അടുക്കളയിലേക്ക് നടന്നു. അമ്മണിയമ്മ എത്തിയിട്ടുണ്ട്. മുത്തശ്ശിയും അമ്മയും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നു. ആ ഗൗരിമോളെ, നിങ്ങൾ എപ്പോൾ എത്തി? വെളുപ്പിന് 1 മണിയൊക്കെ ആയി മുത്തശ്ശി. അതെയോ? ചെറിയമ്മ കണ്ടപ്പോൾ തന്നെ വാവ കൂടെ കൂടിയില്ലേ? മുത്തശ്ശി ചോദിച്ചപ്പോൾ ഗൗരി ചിരിച്ചു. നീലിമ ചേച്ചി എവിടെയമ്മേ? നീലിമ പുറത്തെവിടെയോ ഉണ്ട്. കണ്ണനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് തന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് ഗൗരി ഭയപ്പെട്ടിരുന്നു. പക്ഷെ അവർ കാര്യമായിട്ട് തന്നെ അവളോട് പെരുമാറി. ഹരി താഴേക്ക് ഇറങ്ങി വന്നു. അച്ഛനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നും അടുക്കളയിൽ വന്ന് അമ്മയോട് കൊഞ്ചിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇന്ന് പക്ഷേ അതുണ്ടായില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അമ്മയും മകനും പരസ്പരം നോക്കാതിരുന്നു. ഗൗരിക്ക് വേദന തോന്നി. പാവം ഹരി. അമ്മയോട് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. താനും അമ്മയുമൊക്കെ ഹരിയെ തെറ്റിദ്ധരിച്ചു. അത് മാറ്റണമെന്ന് അവൾ തീരുമാനിച്ചു. ഹരി ഓഫീസിൽ പോകാനായി റെഡിയായി റൂമിലേക്ക് പോയി. ഗൗരി കുഞ്ഞിനെയും എടുത്ത് വേഗം അവൻ്റെ ഒപ്പം അവിടേക്ക് കയറി ചെന്നു. അവനിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാണ്. നച്ചുവാവെ അവനെ നോക്കി ചിരിച്ചു. ചക്കരെ, എന്നാടാ? അവൻ ഗൗരിയുടെ അടുത്ത് വന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കി. നച്ചുവാവ വായോ, ചെറിയച്ചനെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും മേടിച്ചു. ഗൗരിയാണെങ്കിൽ ഹരി കൊണ്ടുപോകാനെടുത്തു വെച്ച ഫയലുകൾ ഓരോന്നെടുത്ത് ബെഡിൽ വെച്ചു. അവൻ്റെ വാച്ചും ഫോണുമൊക്കെ എടുത്തുകൊണ്ട് വെച്ചപ്പോൾ ഹരി അവളെ തടഞ്ഞു. എനിക്കാരുടെ സഹായം വേണ്ട. എന്നും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാ, എനിക്കറിയാം. അവൻ ശബ്ദം അല്പം കടുപ്പിച്ചാണ് പറഞ്ഞത്. ഗൗരിയുടെ മുഖം വാടി. ഹരി പക്ഷേ അത് കണ്ടതായി ഭാവിച്ചില്ല. താൻ എവിടെ നിന്നാണോ അതൊക്കെ എടുത്തത് അവിടെ കൊണ്ടുപോയി വെക്ക്. എനിക്കെടുക്കാനറിയാം. അവൻ്റെ വാക്കുകൾ കനത്തു. ഹരി, അവൾ വേദനയോടെ വിളിച്ചു. പറഞ്ഞത് കേട്ടില്ലേ? അവൻ അല്പം ഉറക്കെ ചോദിച്ചപ്പോൾ അവൾ അതെല്ലാം എടുത്തെടുത്ത് യഥാസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു. ഹരി, എന്നോട് ദേഷ്യമാണോ? എന്തിന്? അല്ല പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എങ്ങനെയൊക്കെ? ഞാൻ എങ്ങനെ പെരുമാറിയെന്നാണ്? അവൾ ഒന്നും പറയാതെ മുഖം കുനിച്ചു നിന്നു. മറ്റൊരാളുടെ ഭാര്യയാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന താൻ എന്തിനാണോ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ താലി പോലും തനിക്കൊരു ഭാരമാണ്. അത് പൊട്ടിച്ചെറിയാൻ കാത്തിരിക്കുന്ന തനിക്ക് എൻ്റെ കാര്യത്തിൽ എന്താണ് ആകുലത? എത്രയും പെട്ടെന്ന് 1 വർഷം കഴിഞ്ഞു പോകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ഡിവോഴ്സായാൽ തനിക്ക് തൻ്റെ ആളുമായി ഒന്നിക്കാമല്ലോ, അല്ലേ നച്ചുവാവേ? അവൻ കുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു. ഹരി പ്ലീസ്. ഗൗരി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പിന്നെ എന്തിനാ തനിക്ക് സങ്കടം? അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് വാച്ചെടുത്ത് കയ്യിൽ കെട്ടി. ജീവിതത്തിൽ ഹരി എന്നും ഒരു കോമാളിയാണ്, തോറ്റുപോയവൻ. അങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് പോകട്ടെ. അവളോട് പറഞ്ഞിട്ട് അവൻ വേഗം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. നീലിമ താഴെ നിന്ന് വിളിച്ചപ്പോൾ ഗൗരി കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയി. ഹരിയും കണ്ണനും കൂടി അപ്പോഴേക്കും ഓഫീസിൽ പോയിരുന്നു. ഗൗരി, മോൾക്ക് ഇന്നെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ?
ഇല്ല അച്ഛാ. എന്താണ്? എങ്കിൽ നമുക്കൊരിടം വരെ പോണം. അമ്മയും ഒപ്പമുണ്ട്. ഗോപിനാഥൻ പറഞ്ഞപ്പോൾ ഗൗരി തലയാട്ടി. എങ്കിൽ മോള് പോയി റെഡിയായി വരൂ, നമുക്ക് താമസിയാതെ പോകാം, ദേവി പറഞ്ഞു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് യാത്ര ആരംഭിച്ചിട്ട് ഗോപിനാഥൻ പറഞ്ഞു കൊടുക്കുന്ന വഴിയിലൂടെ ഡ്രൈവർ വണ്ടി ഓടിച്ചു പോകുകയാണ്. എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഗൗരിക്ക് ഒരു ഐഡിയയുമില്ലായിരുന്നു. പോകും വഴിയിലൊന്നും ആരും കൂടുതലൊന്നും സംസാരിച്ചില്ല. ഗോപിനാഥൻ മാത്രം അയാൾക്ക് ഇടയ്ക്ക് വന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. അമ്മയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാനിരുന്നതാണ് ഗൗരി. പക്ഷെ അപ്പോഴാണ് ഇങ്ങനൊരു യാത്രയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത്. ഇടയ്ക്ക് വഴിവക്കിൽ നിന്നും ഓരോ കരിക്ക് മേടിച്ച് എല്ലാവരും കുടിച്ചു. തലേദിവസം യാത്ര ചെയ്ത് മടുത്തു വന്നതുകൊണ്ട് മോൾ ഒരുപാട് ക്ഷീണിച്ചല്ലേ? ഏയ്, അതൊന്നും കുഴപ്പമില്ലമ്മേ, നമ്മൾ എത്താറായി, ഒരു 10 മിനിറ്റ്. ഗോപിനാഥൻ പറഞ്ഞപ്പോൾ ഗൗരിയുടെ നെഞ്ചിടിപ്പ് കൂടി. ഒരു ചെറിയ ഇടവഴി കടന്ന് വണ്ടി മെല്ലെ പോയി. സ്നേഹാലയം എന്ന് പേരുള്ള ഒരു ഓർഫനേജിൻ്റെ മുറ്റത്ത് വണ്ടി വന്നു നിന്നു. ഗൗരിക്കൊന്നും മനസ്സിലായില്ല. ദേവിയും ഗോപിനാഥമേനോനും വണ്ടിയിൽ നിന്നിറങ്ങി. തൊട്ടു പുറകെ ഗൗരിയും. ഡ്രൈവറോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മൂവരും കൂടി നടന്നു. ഗൗരി ദേവിയുടെ കയ്യിൽ പിടിച്ചു. പേടിക്കണ്ട മോളെ, വരൂ. ദേവി അവളെയും ചേർത്ത് പിടിച്ച് ഗോപിനാഥമേനോൻ്റെ പിന്നാലെ പോയി. ആ കാലത്തെ പുറപ്പെട്ടു രണ്ടാളും. പ്രായം ചെന്ന ഒരു കന്യാസ്ത്രീ ഇറങ്ങി വന്ന് അവരോട് കുശലം ചോദിച്ചു. ദേവിയാണ് ഗൗരിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഹരിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളിൽ തിളക്കം. പക്ഷെ എന്തിനാണ് ഇവിടെ വന്നതെന്നും ആരെ കാണുവാനാണെന്നുമുള്ള ചോദ്യം അവളിൽ ഉതിർന്നു വന്നു. ആ സിസ്റ്ററുടെ പുറകെ അവർ ഒരു റൂമിലേക്ക് പോയി. സിസ്റ്റർ അവരുടെ മേശമേൽ ഒരു പെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അവർ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ഗോപിനാഥ മേനോൻ്റെ കയ്യിൽ കൊടുത്തു. അയാൾ അതിലേക്ക് നോക്കി. അതിനുശേഷം അത് ഗൗരിക്ക് കൈമാറി. അവൾ നോക്കിയപ്പോൾ ഒരു അച്ഛനും അമ്മയും അവരുടെ കയ്യിൽ ഏകദേശം 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞും. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കുഞ്ഞിൻ്റെ നുണക്കുഴി കണ്ടപ്പോൾ അവൾക്ക് എവിടെയോ ഹരിയുടെ സാമ്യം പോലെ തോന്നി. മോക്കിത് ആരാണെന്ന് മനസ്സിലായോ? സിസ്റ്റർ ചോദിച്ചു. ഇല്ല സിസ്റ്റർ. അവൾ അതിലേക്ക് വീണ്ടും നോക്കി. ഇത് മോളുടെ ഭർത്താവ് ഹരിശങ്കറാണ്. ഗൗരി അവരെ ഉറ്റുനോക്കി. എന്നിട്ട് ഗോപിനാഥനെയും. ദേവിയുടെ മിഴികൾ നിറഞ്ഞു വരുന്നുണ്ട്. സിസ്റ്റർ സിസ്റ്റർ എന്താണ് പറഞ്ഞത്? ഈ ഫോട്ടോ ഹരിയുടെ? അപ്പോൾ ഈ കൂടെ നിൽക്കുന്നതാരാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾക്ക് കണ്ടുമിടറി. കൂടെ നിൽക്കുന്നത് ഹരിയുടെ മാതാപിതാക്കളാണ് മോളെ. സിസ്റ്റർ പറഞ്ഞപ്പോൾ ദേവിയിൽ നിന്നും ഒരു ഏങ്ങൽ ഉയർന്നു. ഗോപിനാഥ മേനോൻ അവരുടെ കയ്യിൽ പിടിച്ചു. അച്ഛ, ഇതെന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗൗരിക്ക് വല്ലാത്ത പരവശം തോന്നി. മോളെ ഗൗരി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എല്ലാവരും കരുതുന്ന പോലെ ഈ ഇരിക്കുന്ന ഗോപിനാഥ മേനോനോ ശ്രീദേവിയോ അല്ല, ഹരിയുടെ അച്ഛനും അമ്മയും. ഈ ഫോട്ടോയിൽ കാണുന്ന രാജീവും ടെസ്സിയുമാണ് ഹരിയുടെ മാതാപിതാക്കൾ. ഇവരുടെ ഒരേയൊരു മകനാണ് ഹരി. ഇതെന്തൊക്കെയാണ് സിസ്റ്റർ പറയുന്നത്? സത്യമാണ് കുഞ്ഞെ. 25 വർഷങ്ങൾക്ക് മുൻപ് ആരോരുമില്ലാത്ത ഹരിക്കുട്ടനെ ഇവിടെ നിന്നും കൊണ്ടുപോയതാണിവർ. അവരിരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. രാജീവ്, ഹരിയുടെ അച്ഛൻ, ഒരു അനാഥനായിരുന്നു. ഇവിടെയായിരുന്നു അവൻ വളർന്നത്. 15 ദിവസം പ്രായമുള്ള ആ കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ഇവിടെ പണിക്ക് വരുന്ന ഒരു സ്ത്രീയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വഴിവക്കിൽ പോയി നോക്കിയത്. അപ്പോൾ അവർ കണ്ടു കുറ്റിപ്പുല്ലുകൾക്കിടയിൽ ഒരു പിഞ്ചു കുഞ്ഞ്. ഉടനെ തന്നെ അവരെടുത്തു കൊണ്ടുവന്ന് അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനെ തിരക്കി ആരും വന്നില്ല. അവൻ ഇവിടെ എൻ്റെ മക്കളിൽ ഒരാളായി വളർന്നു.
പഠിക്കാൻ വളരെ സമർത്ഥനായിരുന്നു. കോളേജിൽ അവനെ അയച്ചപ്പോൾ അവൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ടെസ്സിയെ. സ്വന്തമായി ഒരു ജോലി വാങ്ങിയ ശേഷം അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാനും അവനും. പഠനം കഴിഞ്ഞപ്പോൾ അവൻ ജോലിയിൽ പ്രവേശിച്ചത് ഈ ഇരിക്കുന്ന ഗോപിനാഥ മേനോൻ്റെ കമ്പനിയിലായിരുന്നു. ഗോപിനാഥ മേനോൻ്റെ വിശ്വസ്തനായിരുന്ന രാജീവ് ജോലി കിട്ടി 6 മാസത്തിന് ശേഷം അവൻ എൻ്റെ അരികിലെത്തി. നമുക്ക് ടെസ്സിയുടെ വീട് വരെ പോകാമെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവൾ രാജീവിൻ്റെ കാര്യം വീട്ടിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു അനാഥനായ രാജീവിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവളുടെ മാതാപിതാക്കൾ സമ്മതിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു എനിക്കും രാജീവിനും. എന്നിരുന്നാലും ഞങ്ങൾ രണ്ടാളും കൂടി അവരുടെ വീട് വരെ പോയി. 7 ഏക്കർ സ്ഥിതി ചെയ്യുന്ന റബ്ബർ തോട്ടം, അതിൻ്റെ നടുക്ക് ഒറ്റ ഒരു ബംഗ്ലാവ്. ടെസ്സിയുടെ വീട് കണ്ടപ്പോൾ ഞാനും രാജീവും തീരുമാനിച്ചു ഈ ബന്ധം നടക്കില്ലെന്ന്. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയായിരുന്നു അവരുടെ പ്രതികരണം. അവർ ഞങ്ങളെ ആട്ടിപ്പായിച്ചു. ടെസ്സിയെ വീട്ടുതടങ്കലിലാക്കി. രാജീവിനും ഒരുപാട് സങ്കടമായിരുന്നു, അതുപോലെ തന്നെ ടെസ്സിക്കും. പക്ഷേ എന്തു ചെയ്യാൻ, അവളുടെ വീട്ടുകാർ ഒരു കാരണവശാലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. രാജീവിനെ ഒരു തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും ആ കമ്പനിയിലേക്ക് അയച്ചു. ഒരാഴ്ച കഴിഞ്ഞു കാണും. ഒരു ഉച്ച നേരത്ത് രാജീവും ടെസ്സിയും കൂടി എന്നെ കാണാൻ വന്നു. ഗോപിനാഥ മേനോൻ്റെ സഹായത്തോടെ അവർ രണ്ടാളും രജിസ്റ്റർ മാരേജ് നടത്തി. ഞങ്ങൾ പേടിച്ച പോലെ ടെസ്സിയുടെ വീട്ടിൽ നിന്ന് ആരും കുഴപ്പങ്ങൾക്കൊന്നും വന്നില്ല. പക്ഷേ അവരുടെ ഒരു സ്വത്തിന്മേലും യാതൊരു അവകാശവുമില്ലെന്ന് അവർ ഒരു വക്കീലിൻ്റെ സഹായത്തോടെ ഒപ്പുവെച്ചുകൊണ്ട് പോയി. ടെസ്സിയും രാജീവനും കമ്പനിയുടെ അടുത്തുള്ള ഒരു കോട്ടേഴ്സിലാണ് താമസം. സന്തോഷകരമായ ജീവിതം നയിച്ച് അവർ വരികയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പിന്തുണയായി ഗോപിനാഥ മേനോൻ ഉണ്ടായിരുന്നു. ഹരിക്ക് 3 വയസ്സുള്ളപ്പോൾ എന്നെ കാണുവാനായി വന്നതാണവർ. ഇവിടെ വന്നിരുന്ന് കുറേ സമയം സംസാരിച്ചു. ഏകദേശം 5 മണിയായി കാണും അവർ പോയപ്പോൾ. അടുത്ത ദിവസത്തെ പത്രവാർത്ത കണ്ടാണ് ഞാൻ അറിഞ്ഞത് അവർ പോയ കാറും ഒരു ലോറിയുമായി കൂട്ടിയിടിച്ച് എൻ്റെ രാജീവനും ടെസ്സിയും ഈ ലോകത്തൊന്ന് വിട്ടുപോയിന്ന്. വാഹനത്തിൽ നിന്ന് അത്ഭുതകരമായി ആ പിഞ്ചു കുഞ്ഞു മാത്രം രക്ഷപ്പെട്ടു. എൻ്റെ രാജീവിനെ പോലെ അവനും ഈ കൈകളിലേക്ക് വന്നു ചേർന്നു. അത് പറയുകയും ആ സിസ്റ്ററിൻ്റെ കണ്ണിന് ധാരധാരയായി ഒഴുകി. അമ്മയും അച്ഛനെയും കാണണമെന്ന് പറഞ്ഞ് എപ്പോഴും ശാഠ്യം പിടിച്ച് കരയുന്ന ആ 3 വയസ്സുകാരനെ ഇന്നും ഞാൻ ഓർക്കുക. ഒരാഴ്ചയോളം അവനൊന്നും കഴിക്കാതെ ഈ വാതിൽക്കൽ അവൻ്റെ അച്ഛനും അമ്മയും വരുന്നതും കാത്ത് കണ്ണു നട്ട് നിൽക്കുമായിരുന്നു. അവൻ്റെ പാൽമണം മാറാത്ത വിതുമ്പുന്ന ചുണ്ടുകളിലേക്ക് നോക്കുമ്പോൾ ഞാനും കരയും. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ലല്ലോ മോളെ. ഞാൻ എത്രയൊക്കെ ചേർത്തണച്ചാലും അവൻ എന്നെ തള്ളി മാറ്റി ഓടും അവൻ്റെ അമ്മയെ വിളിച്ച്. അവൻ കരഞ്ഞു തളർന്നുറങ്ങിയ രാത്രികളിൽ ഞാനും അവന് കാവലായിരുന്നു. അവൻ്റെ അമ്മയുടെ വീട്ടുകാർ ആരും ഒരിക്കൽ പോലും അവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓരോ ദിവസവും രാത്രിയിൽ ഞാൻ അവനെ ചേർത്തുകൊണ്ട് പറയും, നാളെ മോൻ്റെ അച്ഛനും അമ്മയും വരുമെന്ന്. ആ പ്രതീക്ഷയിൽ ആ പിഞ്ചു ബാലൻ കിടന്നുറങ്ങും. ചില രാവുകളിൽ അവൻ്റെ അമ്മയെ സ്വപ്നം കണ്ട് അവൻ എഴുന്നേൽക്കും, വാവിട്ട് കരയും. അവൻ്റെ അച്ഛനെ ഓർത്ത് വലിയ വായിൽ നിലവിളിക്കും. ഞാൻ അവനെ എടുത്തുകൊണ്ട് ഈ വരാന്തയിൽ കൂടി നടക്കും. ഈശ്വരനില്ലെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അല്ലെങ്കിൽ ഈ കുഞ്ഞിന് ഈ വിധി വരില്ലല്ലോ. ദിവസങ്ങൾ പിന്നിട്ടു. ഇടയ്ക്കൊക്കെ ഗോപിനാഥ മേനോൻ അവനെ കാണാനായി വരും. നിറയെ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുമായി ഗോപിനാഥ മേനോൻ വരുന്നതും കാത്ത് അവൻ നോക്കിയിരിക്കും. അവൻ്റെ അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഒരുപാട് ശടിക്കും. കുറേ സമയം ഇരുന്ന് കരയും. ഏകദേശം 2 മാസം പിന്നിട്ട് ഒരു ദിവസം ഉച്ചതിരിഞ്ഞൊന്ന് നല്ല മഴയായിരുന്നു.
മുറ്റത്തൊരു കാർ വന്നു. അതിൽ നിന്നും ഗോപിനാഥനും അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന ശ്രീദേവി. ഇവർ രണ്ടാളും കൂടി വന്നത് ഹരിയെ അവരുടെ മകനെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. ഞാൻ എതിർത്തു. കാരണം ഇവരുടെ കുടുംബ പശ്ചാത്തലം. അതുപോലെ തന്നെ നാളെ ഈ കുഞ്ഞിനെ ഏതെങ്കിലും കാരണവശാൽ ഇവർ തള്ളിപ്പറഞ്ഞാൽ അവൻ തകർന്നു പോകും. വരുമ്പരാഴികൾ മൊത്തം ഞാൻ ചിന്തിച്ചു. പക്ഷേ ഗോപിനാഥൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലായിരുന്നു. ഒപ്പം ഇയാൾക്ക് പിന്തുണയുമായി ഈ ഇരിക്കുന്ന ഭാര്യ ശ്രീദേവി ഉണ്ടായിരുന്നു. അവർ ഉറപ്പിച്ചു പറഞ്ഞു അവർക്ക് മൂന്നാമതായി പിറന്ന മകൻ തന്നെയാണ് ഹരിയെന്ന്. അങ്ങനെ ജൂലൈ 28-ാം തീയതി അവരുടെ മകനായി ഹരിയും ഇവരിലേക്ക് ചേർന്നു. ഇവിടുത്തെ കമ്പനി ഉപേക്ഷിച്ച് ഗോപിനാഥമേനും വിദേശത്ത് പോയി. അവിടെ വെച്ചാണ് അമ്മാളു പിറന്നത്. ഹരിക്ക് 10 വയസ്സായപ്പോഴാണ് ഇവർ അവിടെ നിന്ന് മടങ്ങി വന്നത്. അന്നു മുതൽ ഈ നിമിഷം വരെ മറ്റു 3 മക്കളേക്കാൾ കൂടുതൽ സ്നേഹിച്ച് സ്വന്തം മാതാപിതാക്കളെപ്പോലെ ഈ അച്ഛനും അമ്മയും ഹരിക്ക് താങ്ങും തണലുമായി എന്നുമുണ്ട്. ഈശ്വരൻ ഇല്ലെന്ന് പോലും വിശ്വസിച്ച എന്നെ സാക്ഷാൽ ഈശ്വരനെ കാട്ടിത്തന്ന കർത്താവ് അതിവരാണ്. ഇത് മോളെ എന്ന് അറിയിക്കണമെന്ന് ഗോപിനാഥ മേനോൻ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു. ഹരിയുടെ കല്യാണവും ഇവരെന്നോട് അറിയിച്ചു. അന്ന് ഞാൻ ഗോപിനാഥനോട് ചോദിച്ചു ഈ കാര്യം ആ കുട്ടിയോട് പറഞ്ഞോന്ന്. പക്ഷേ ഞങ്ങളുടെ മകനാണ് ഹരി, അതുകൊണ്ട് ഇതൊന്നും തുറന്നു പറയേണ്ട ആവശ്യമില്ലെന്നാണ് മേനോൻ എന്നോട് പറഞ്ഞത്. എന്തായാലും എല്ലാ കാര്യവും മോളും അറിയണമല്ലോ, അതുകൊണ്ട് നിന്നെ അറിയിച്ചു എന്ന് മാത്രം. ഇതെല്ലാം കേട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഗൗരി. അവൾ എഴുന്നേറ്റ് ദേവിയെ കെട്ടിപ്പിടിച്ചു. ഈ അമ്മ അവരുടെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ഹരിയെ ആണല്ലോ എന്ന് അവൾ ഓർത്തു. എത്ര വലിയ മനസ്സിൻ്റെ ഉടമയാണ് ഈ അച്ഛനും അമ്മയും. ഹരി, ഈശ്വര, ആ പാവത്തിനെ താൻ എത്രമാത്രം വേദനിപ്പിച്ചു. അവക്കപ്പോൾ ഹരിയെ ഒന്ന് നേരിട്ട് കണ്ടാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛാ, നമുക്ക് പോകാം പെട്ടെന്ന്, അവൾ ധൃതി കൂട്ടി. അപ്പോഴും അവൾ കരയുകയായിരുന്നു. ഹരിയില്ലാത്ത ഒരു ജീവിതം ഇനി തനിക്കില്ല. തൻ്റെ കണ്ണടയുവോളും തനിക്ക് തൻ്റെ ഹരി മതി, അവൾ തീർച്ചപ്പെടുത്തി. അവൻ ചാർത്തിയ താലിയെടുത്ത് അവൾ മുത്തം കൊടുത്തു. അവനോട് 1000 ആവർത്തി അവൾ മാപ്പ് പറഞ്ഞു. ദേവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പോകാമെന്നവൾ ശാഠ്യം പിടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി പോകുവാനായി എഴുന്നേറ്റു. തുടരും.